SNDP യോഗം തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യ വോട്ടവകാശത്തിനെതിരെ വിമതർ സുപ്രീം കോടതി. പ്രാതിനിധ്യ വോട്ടവകാശം അംഗീകരിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി റദ്ദാക്കണം എന്നതാണ് ആവശ്യം. കമ്പനി നിയമപ്രകാരം എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം. വിമതരുടെ ഹർജിക്കെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി തടസ്സ ഹർജി നൽകിയിരിക്കുന്നു. PR സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ വിമതർ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. വോട്ടവകാശം സംബന്ധിച്ച് എന്ത് വാദങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്? പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്നു. കാലങ്ങളായി SNDP യോഗം ജനറൽ സെക്രട്ടറി പദം വെള്ളാപ്പള്ളി പിടിച്ചുവെച്ചത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് എന്നുള്ള വിഷയം കോടതിക്ക് മുന്നിലുണ്ട്. സ്മൃതി, തീർച്ചയായും SNDP യോഗം തെരഞ്ഞെടുപ്പ് നടന്നു വരുന്നത് 200 പേർക്ക് ഒരു വോട്ട് എന്ന നിലയിലുള്ള പ്രാതിനിധ്യ വോട്ടവകാശ പ്രകാരമാണ്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് SNDP യോഗം എന്നത്. SNDPയിലെ വിമത വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് കമ്പനി ആക്ട് പ്രകാരം രൂപീകരിച്ച ഒരു സംഘടനയിൽ, ഒരു കമ്പനിയിൽ തീർച്ചയായും എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശമുണ്ട് എന്നതാണ്. നേരത്തെ ഈ കേസ് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയും പ്രാതിനിധ്യ വോട്ട് എന്ന സമ്പ്രദായം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു, റദ്ദാക്കുകയും ചെയ്തു. അതേസമയം ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവ് മറികടന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിനെതിരെയാണ് ഇപ്പോൾ ഈ വിമത വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ച് ഈ പ്രാതിനിധ്യ വോട്ടവകാശം റദ്ദാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രാതിനിധ്യ വോട്ടവകാശം ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ വോട്ട് സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ദീർഘനാളായി പ്രവർത്തിച്ചു വരുന്നത്. ഏതായാലും അതിനെതിരെയുള്ള വിമത വിഭാഗത്തിന്റെ നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്നത്. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുമുണ്ട്. ഏതായാലും തന്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഈ കേസിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാനാകൂ എടുക്കാവൂ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കേസ് ഒരുപക്ഷെ സുപ്രീം കോടതി അടുത്ത മാസം പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ശരി, SNDP യോഗം തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യ വോട്ടവകാശത്തിനെതിരെ വിമതർ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിശദാംശങ്ങളാണ് PR സുനിൽ നൽകിയത്.